ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയും അതേപോലെ തന്നെ നയനയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നത് മുത്തശ്ശൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. മോളെ, മുത്തശ്ശന് വേറൊരു മുഖവും കൂടിയുണ്ട്. കാരണം നിങ്ങൾക്കതൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനൊന്നാകെ ഞെട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി ആണെങ്കിൽ ആ കഥ ഇങ്ങനെ പറയാം. ഒരു ദിവസേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിടക്കായിരുന്നു. അന്ന് ജ്വല്ലറിയിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വർണത്തിൻ്റെ കേസ് തന്നെയാണ്. ഒരു തിരുമറിവ്. മുത്തശ്ശൻ അയാളെ കണ്ടു പിടിച്ച് എടുത്തിട്ട് കൊടഞ്ഞു, ചാവുട്ടി കൂട്ടി അയാളെ. പോലീസുകാർക്ക് പോലും വിട്ടുകൊടുത്തില്ല. മുത്തശ്ശൻ തന്നെയാണ് അയാളെ കൈകാര്യം ചെയ്തത്. ഇപ്പൊ പ്രായമായത് കൊണ്ടാണ് മോളെ, അല്ലെങ്കിൽ ഇതിനപ്പുറം കാണാമായിരുന്നു മോൾക്ക്. ആദർശ് ഈ ഒരു കാര്യത്തിൽ വലിയൊരു പിഴവ് തന്നെയാണ് കാണിച്ചത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയാനാണ് അമ്മേ, ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നല്ലോ. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. എന്ത് ചെയ്യും എന്ന രീതിയിൽ അവിടെ പറയാം. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത്, ആദർശ് ഇനി ഉയരങ്ങളിലേക്ക് വരണം. എന്നാൽ മാത്രമേ മുത്തശ്ശന് സമാധാനം ഉണ്ടാവുള്ളൂ. ബിസിനസ് കാര്യത്തിൽ മുത്തശ്ശൻ സ്ട്രിക്റ്റ് ആണെന്ന് പറയാം. ആദർശേട്ടൻ കൊണ്ടുവരും അമ്മേ, എല്ലാവരെക്കാളും മുൻപന്തിയിൽ തന്നെ കൊണ്ടുവരും. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യ ഇത് കേട്ടുകൊണ്ട് വരിക. അപ്പം നവ്യ ഇങ്ങനെ മനസ്സിന്തിക്കാണ്, മുത്തശ്ശൻ്റെ ആദപതനം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയും പറഞ്ഞുകൊണ്ടാ നവ്യ അങ്ങോട്ട് വരുന്നത്. അപ്പം നവ്യ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രണ്ടര എണീക്കുകയാണ്. അതെ, ഞാനേ AN ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് AN ജ്വല്ലറിയിലേക്ക് പോകുന്നത്. നവ്യേ, നീ ഇങ്ങനെ AN ജ്വല്ലറിയിലേക്ക് പോകുന്നത് ശരിയാണോ? ഈ കുടുംബത്തെ തകർത്തുകൊണ്ടാണ് നീ പോകുന്നത്. ഈ കുടുംബത്തെ തകർത്തുകൊണ്ടോ? ഞങ്ങളെ ഈ കുടുംബം ഓരോ കാര്യത്തിലും തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് എനിക്ക് AN ജ്വല്ലറിയിലേക്ക് പോയേ മതിയാവുള്ളൂ. അങ്ങനെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജലജയ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജലജ ഇതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ മോളെ നീ എങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ AN ജ്വല്ലറിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ ജലജയുടെ മകളും ഉണ്ട് കൂടെ. അപ്പോഴേക്കും കേട്ടില്ലേ, നിന്റെ മരുമകൾ പറഞ്ഞു കേട്ടില്ലേ, ഈ കുടുംബത്തോട് ഒരു കൂറുമില്ലാത്തവളാണ് അവള്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ കൂറില്ല, ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞു പോയതാ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്നത്, ബാക്കിയുള്ളവർ സങ്കടപ്പെടുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാറില്ലല്ലോ. എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളാരും കൂട്ടുനിന്നില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത അഭിയെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആദർശ് അവിടെ മാന്യനായി. ആദർശിന്റെ കുഞ്ഞല്ലേ അത്. എന്നിട്ട് ആദർശ് അവിടെ മാന്യനായി. പക്ഷേ ഇതൊന്നും എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയില്ല അമ്മായി. എനിക്കിത് പറഞ്ഞേ മതിയാവുള്ളൂ. നയനെ, നീ വലിയൊരു കുഴിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആയിക്കോട്ടെന്നേ, കുഴിയിലേക്കാണെങ്കിൽ കുഴിയിലേക്ക് തന്നെ. നിങ്ങൾ എന്നെ ഇപ്പം ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയാലും ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ AN ജ്വല്ലറി തന്നെ മതി. പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവമാണ് എൻ്റെ. പല പ്രാവശ്യം ഈ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തവളാണ് ഞാൻ. എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ തകർത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ ആദർശിനും അനിക്കും ഓരോ സപ്പോർട്ടാണല്ലോ. മുത്തശ്ശൻ പോലും സപ്പോർട്ട് ചെയ്താണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങൾ ആരും കൂട്ടു നിൽക്കുകയില്ല. അപ്പോൾ ഈ കുടുംബത്തെ തകർക്കണമെങ്കിൽ തകർക്കും. AN ജ്വല്ലറിയിലേക്ക് ഞാൻ പോവുകയും ചെയ്യും. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനിയാണെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്, നീ പോ, അതായിരിക്കും നല്ലത്. അങ്ങനെ നയന അങ്ങോട്ട് കയറിപ്പോവാ, നവ്യ അങ്ങോട്ട് കയറിപ്പോവാണ്. നവ്യ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയാണ്, കണ്ടോ ജലജെ, നിന്റെ മരുമകൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? അവൾ അഹങ്കാരം ഒന്ന് കുറയ്ക്കാനായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ അവൾക്കും നിങ്ങൾക്കും ആയിരിക്കും നാശം സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേവയാനി പോവാണ്. നയനയ്ക്കാണെങ്കിൽ കാലി വന്നിട്ടൊരു രക്ഷയില്ല. അപ്പോൾ ഈ ജലജയാണെങ്കിൽ ചില മോളോട് അവർ പറഞ്ഞത് കേട്ടില്ലേ, നവ്യയെ അടക്കി നിർത്തണമെന്ന്. അല്ലെങ്കിലും ചേട്ടത്തിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുടുംബത്തെ തകർത്തുകൊണ്ട് എന്തിനാണ് അവരുടെ പിന്നാലെ പോകുന്നത്? തിടഞ്ഞപ്പോഴേക്കും നീ എന്താ അവരുടെ പക്ഷം ചേർന്ന് പറയുന്നത്? നിന്റെ അച്ഛനെ ഇവിടെ നിന്ന് പുറത്താക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ചതിനാണ് നിന്റെ അച്ഛനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ നിന്ന് പുറത്താക്കിയത്. അതൊക്കെ നീ മറന്നു പോകാൻ നിൽക്കരുത്. എൻ്റെ പൊന്നമ്മേ, എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇവിടെ നടന്നത് മുഴുവനും തെറ്റായ കാര്യങ്ങളാണ്. ഞാൻ ഏതായാലും അമ്മയുടെ പക്ഷത്ത് തന്നെയാണ്. എൻ്റെ അമ്മായിയല്ലേ, എനിക്ക് പക്ഷം പിടിച്ചല്ലേ മതിയാവുള്ളൂ, തള്ളിക്കളയാനായിട്ട് സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട്
ഇവരിടന്ന് പോവുക. അങ്ങനെ നമ്മുടെ ദേവയാനി ചെന്നത് അബിയുടെ റൂമിലേക്കായിരുന്നു. അപ്പോൾ ദേവയാനി ചെന്നപ്പോൾ കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. കാരണം അബി കുറെ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ദേവയാനി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അബി ഞെട്ടിപ്പോയി. എന്താണ് അബി നീ നോക്കുന്നത്? ഒന്നുമില്ല അമ്മായി, ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടറാ. നീ എന്താ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വളയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്? അയ്യോ ഇല്ല അമ്മായി, ഞാൻ ആ സ്വഭാവമൊക്കെ നിർത്തി അമ്മായി, ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മായി. എടാ എന്തിനാടാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? എടാ ഞാൻ കയറി വന്നപ്പോൾ കണ്ടു നീ ഫോണിൽ കുറെ പെണ്ണുങ്ങളെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരാണാവോ നിന്റെ വലയിൽ വീണിട്ടുണ്ടാവുക. അമ്മായി അങ്ങനെയൊന്നുമില്ല, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, അതെല്ലാം വിട്. ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. നിന്റെ ഭാര്യ എന്തുദ്ദേശിച്ചിട്ടാണ്? നിന്റെ ഭാര്യ ആ AN ജ്വല്ലറിയിൽ വീണ്ടും പോയിരിക്കുകയാണല്ലോ ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടി. എന്താ നിനക്ക് എതിർത്തൂടെ എന്ന് ചോദിച്ചപ്പോഴൊക്കെ അയ്യോ അമ്മായി ഞാൻ എതിർത്താണ്, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വരാതിരുന്നത്, ഞാൻ ഇവിടെ തന്നെ നിന്നത്. അവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മായി, അവൾ ഭയങ്കര വാശിയാ. നീ എതിർത്തു എന്ന് അതുകൊണ്ടാണ് നീ ഇറങ്ങി വരാതിരുന്നതെന്ന് വിശ്വസിച്ചു. ഞാൻ എല്ലാം വിശ്വസിച്ചു. അയ്യോ അമ്മ സത്യമായിട്ടും അതേ അമ്മായി, അവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പല പ്രാവശ്യം അവളോട് സംസാരിച്ച് നോക്കി, പക്ഷേ അതൊന്നും അവൾ കേൾക്കുന്ന മട്ടില്ല അമ്മായി. അതുകൊണ്ട് അമ്മായി ശരി ആയിക്കോട്ടെ, എവിടം വരെ പോകുമെന്ന് എനിക്ക് അറിയണമല്ലോ. പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് വന്നത് അതൊന്നും പറയാനല്ല. ദേ ഈ ലിസ്റ്റ് പിടിക്കുക അങ്ങോട്ട്. ഇതെന്താ അമ്മായി? ഈ സാധനങ്ങൾ മുഴുവനും നീ മേടിച്ചുകൊണ്ട് വരണം. അയ്യോ അമ്മായി ഇത് കുറേ ഉണ്ടല്ലോ അമ്മായി, ഈ സാധനങ്ങൾ മുഴുവൻ ഞാനെങ്ങനെ മേടിച്ചുകൊണ്ട് വരാനാ? നീ മേടിച്ചുകൊണ്ട് വരണം. ഇവിടെ ഡ്രൈവറോടൊന്നും പറയാനായിട്ട് പറ്റിയൊന്നുമില്ല, പിന്നെ ഇവിടെ ജോലിക്കാരുമില്ല, പിന്നെ ഒരു ജോലിയും കൂലി ഇല്ലാതിരിക്കും കുത്തിരിക്കുമല്ലോ നീ, വെറുതെ തിന്നല് മാത്രമുള്ളല്ലോ. അപ്പൊ ശരീരമൊക്കെ ആണെങ്കിൽ ഒന്ന് ജോലി എടുക്ക്, പുറത്തോട്ടൊക്കെ ഒന്ന് പോ, അവിടേക്ക് ഒന്ന് കാണ്. അല്ലാതെ കുറെ പെണ്ണുങ്ങളെ വളയ്ക്കാനും പെണ്ണുങ്ങളുടെ മുന്നിൽ ശൃംഗാര വർത്താനങ്ങൾ പറയാനും അവരുടെ ഫോട്ടോ നോക്കി ഇരിക്കാനും അല്ലേ നിനക്ക് സമയമുള്ളു. അതുകൊണ്ട് നീ പോയി സാധനങ്ങൾ മുഴുവനും മേടിച്ചിട്ട് വരണം. കേട്ടല്ലോ പറഞ്ഞത്? എന്താ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോനെ ദേ നവ്യയോട് എനിക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും. അയ്യോ ഇല്ല അമ്മായി, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മായി, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം, എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അമ്മായി എന്ന് ഈ അഭിയാണെങ്കിൽ കരഞ്ഞു പറയണം. ശരി എന്നെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അഭിയെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ അഭി നേരെ ചെയ്യുന്നത് നമ്മുടെ ജലജയുടെ റൂമിലേക്കായിരുന്നു. അമ്മ ഇത് കണ്ടോ, ഇവരെന്നെ വെറുതെ വിടുന്ന മട്ടില്ല. ഈ ഒരു വലിയൊരു ലിസ്റ്റ് എന്നിട്ട് എന്നോട് പറയാ ഈ സാധനങ്ങൾ മുഴുവനും മേടിച്ചിട്ട് വരാനായിട്ട്. ഇതെന്താ അമ്മ ഇത്? ഓ അവർക്ക് തുടങ്ങിയോ? അവർ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് അടുക്കള മുഴുവനും ജോലി ചെയ്യിക്കുന്നു, നിന്നെക്കൊണ്ട് ഈ ജോലികൾ മുഴുവനും ചെയ്യിക്കുന്നു. അവർ രണ്ടും കൽപ്പിച്ചാണ്. എനിക്ക് ആരിഷ്യം വന്നാലുണ്ടല്ലോ അവരെ ഞാനിട്ട് പൊരിക്കും. വേണ്ടമ്മ ഒന്നും പറയണ്ട, കാരണം നമുക്കിതെല്ലാം സഹിച്ചേ മതിയാവുള്ളൂ. എന്ത് ചെയ്യാനാണ്? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ സത്യങ്ങളും നവ്യയുടെ ചെവിയിലെത്തും. നവ്യയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നവ്യ നമ്മുടെ പക്ഷത്ത് നിന്ന് മാറി അവരുടെ പക്ഷത്തേക്കാവും. പിന്നെ വലിയൊരു ഭൂകമ്പം തന്നെയാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പറയണ്ട അമ്മേ, ഒരു കാര്യം പോലും പറയണ്ട. അതേടാ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത്. എടാ നിന്റെ ചോരയാണ് ദേ ആ ചന്തുമോള്. ഇപ്പൊ നിനക്കേ 2 മക്കളാ, ചന്തുമോളും പിന്നെ ആദികൃഷ്ണനും. ഇത് 2ആണ് നിന്റെ മക്കള്. എൻ്റെ അമ്മ അതൊന്നും എന്നോട് പറയല്ലേ, എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ മനുഷ്യന് തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണേ. ഞാൻ ഏതായാലും പോയി ഇതൊക്കെ മേടിച്ചിട്ട് വരട്ടെ, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ജലജിക്കാണെങ്കിൽ ആകെ കലയും വരുന്നുണ്ട്. ഇവളിലേക്ക് അഹങ്കാരം അവസാനിപ്പിക്കണം, എന്താണ് ഒരു വഴി? ഈ അനന്തം മുത്തശ്ശൻ്റെ ആ ഒരു ജ്വല്ലറി തന്നെ എല്ലാം തകർന്നടിയണം, എന്നാലേ ഇവരുടെ അഹങ്കാരം അവസാനിക്കുള്ളൂ എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ആണെങ്കിൽ നേരെ ആ AN ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഓണർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇരിക്കുന്ന നവ്യ, എനിക്ക് നവ്യയോടെ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. എന്താ സർ? അതെ, ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിക്കാനാണ് ഞാൻ വിളിച്ചത്. 2 വർഷത്തെ എഗ്രിമെൻ്റ്. ഇനി 2 വർഷം നവ്യ ഈ കമ്പനിയുടെ മോഡലായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നവ്യ ഇങ്ങനെ അന്തം പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ നവ്യ, ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. നവീന് വേറെ ഒരു ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകാൻ പാടില്ല, ഒരു കമ്പനിയുടെ മോഡലായിട്ട് പോകാൻ പാടില്ല. ഈ ജ്വല്ലറിയുടെ മാത്രം AN ജ്വല്ലറിയുടെ മോഡലായിട്ട് 2 വർഷത്തേക്ക് നവ്യയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുള്ള അഡ്വാൻസും തരും, പിന്നെ നല്ല ശമ്പളവും ഞങ്ങൾ തരും. പിന്നെ നവ്യക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കണ്ട യാതൊരു കാര്യം ഉണ്ടാവില്ല എന്ന് നവ്യയോട് പറയണം. എന്താ നവ്യക്ക് ബുദ്ധിമുട്ടുണ്ട്? അയ്യോ സാർ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സാർ. പിന്നെ ഒരു കാര്യമുണ്ടേ,
ഈ വേറൊരു കമ്പനിയിലേക്കും മോഡലായിട്ട് പോകാൻ പാടില്ല. നല്ല ഓഫർ വന്നാൽ പോലും ഇല്ല, ഞാൻ ഒരു ഇതിലോട്ടും പോകില്ല സാർ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം ചില കാര്യങ്ങളൊക്കെ. അയ്യോ സാർ, ഞാൻ കുടുംബത്തോട് സ്നേഹമില്ലാത്തവളൊന്നും അല്ല. പക്ഷേ കുടുംബത്തിൽ ചില ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുകൊണ്ടാണ് സാർ. അതൊന്നും കുഴപ്പമില്ലടോ. അങ്ങനെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ പോലും ആ നിമിഷം നിങ്ങൾക്ക് ഞങ്ങളൊരു വീട് തരും താമസിക്കാനായിട്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ വീട് തരും. പിന്നെ അത് മാത്രമല്ല, നവ്യയ്ക്ക് ഇത്ര ശമ്പളവും ഇല്ലേ, പിന്നെ എന്തിനാണോ താൻ പേടിക്കുന്നത്, എന്തിനാ താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നവ്യയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. ഇനി നവ്യ കേരളം മുഴുവനും അറിയപ്പെടും. കേരളത്തിലോ ഗൾഫിൽ വരെ അറിയപ്പെടും. ഓരോ ആൾക്കാരും നവ്യയെ കണ്ട് സന്തോഷം കൊണ്ട് മതിമറക്കും, സെൽഫികൾ എടുക്കാൻ വരും, ലോകം മുഴുവൻ അറിയപ്പെടാൻ പോവാണ് എന്നൊക്കെ നവ്യ പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണ് ഇയാള്. നവ്യക്കാണ് ഇതെല്ലാം കേട്ടിട്ട് സന്തോഷം തോന്നുന്നു. ഇനിയിപ്പോൾ അഡ്വാൻസ് ഒക്കെ തന്നേക്കാം. ശരി സാർ, അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 2 വർഷത്തെ എഗ്രിമെൻറ്റ്. ഈ 2 വർഷം കഴിയുന്നത് വരെ നവ്യ വേറെ ഒരു കമ്പനിക്കും ഓർഡർ കൊടുക്കാൻ പാടില്ല, മോഡലാകാൻ പാടില്ല. ഇല്ല സാർ, ഞാൻ ഈ കമ്പനിയോട് വിശ്വസ്തയായിരിക്കും എന്ന് പറയാ. ശരി ആയിക്കോട്ടെ എന്നൊക്കെ ഇന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ ശരിക്കും ഒറിജിനൽ ഓർഡർ നമ്മുടെ AN ജ്വല്ലറിക്കാരനെ വിളിക്കുക. അപ്പോൾ അതായത് ജലജയുടെ ഭർത്താവ്, സാറ് പറഞ്ഞതുപോലെ തന്നെ നവ്യയെ ഞാൻ വിളിപ്പിച്ചു, 2 വർഷത്തെ എഗ്രിമെൻറ്റും നവ്യയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. അടിപൊളി, അങ്ങനെ വേണം. എടോ നവ്യ നമ്മുടെ ഒരു തുറുപ്പ് ചീറ്റാടോ, അവളെ വിട്ടുകളയാനായിട്ട് പാടില്ല. അവള് കാരണം നമ്മുടെ കമ്പനി ഉയരങ്ങളിലേക്ക് പോകുക തന്നെ ചെയ്യും. ഇനി അതിന് യാതൊരു സംശയമില്ലടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അതെ സാർ, അത് തന്നെയാ. നവ്യ നല്ല ടാലൻറ്റഡ് ആണ്. നവ്യക്ക് അഡ്വാൻസും കൊടുത്തു. അവള് ചോദിച്ചാൽ പണം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തേക്കടോ. അതിന് ഇവിടെ ഒരു കുഴപ്പമില്ല. ആ മൂർത്തീസ് ജ്വല്ലറി അവരെ തകർക്കണം, അത്രയും മാത്രം. അയാളെന്നെ ആനന്ദമൂർത്തിയില്ലേ, അയാളെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അയാൾക്കും നല്ല ഒന്നാന്തരം തിരിച്ചടി തന്നെ ഞാൻ കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ അഭിയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുക. അവിടെ കുറേ സാധനങ്ങളെല്ലാം മേടിക്കണം. ചേച്ചി, ഈ ഇതില്ലേ നമ്മുടെ പശ, അതെവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ആവശ്യത്തുണ്ട്. അങ്ങനെ അഭിയാണെങ്കിൽ ആ വശത്തേക്ക് പോകുമ്പോൾ നവ്യയും ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി വരിക. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ ഒന്ന് പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, അവളെങ്ങാനും ഇവിടെ വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും. ഇത്രയും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മായിയാണ് എന്നെ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതും തീർന്നു. അതുകൊണ്ട് നമ്മുടെ അഭിയാണെങ്കിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ലേഡീസിൻ്റെ ദേഹത്ത് പോയിരിക്കണം. അയ്യോ സോറി കേട്ടോ, സോറി, അല്ല നിങ്ങൾക്ക് പശ കിട്ടിയോ? ഞാൻ പശ കിട്ടി, ഞാൻ എടുത്തു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അഭിയാണെങ്കിൽ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അഭിയുടെ തോളിൽ വന്ന് നവ്യ പിടിക്കുകയാണ്. അഭി തിരിഞ്ഞു നോക്കിയാണ്. നവ്യോ, നീ എന്താ ഇവിടെ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അഭി എന്താ ഇവിടെ? അത് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. ഇതൊരുപാട് സാധനങ്ങളുണ്ടല്ലോ അഭി, അമ്മ പറഞ്ഞു വിട്ടതാ, ഇനിയും കുറച്ചും കൂടി എടുക്കാനുണ്ട്. ആണോ? ഞാനും ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നതാ. പിന്നെ AN ജ്വല്ലറിക്കാരനെ വിളിച്ചായിരുന്നില്ലേ, അത് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കാനാ. 2 വർഷത്തേക്ക് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തു അഭി. 2 വർഷത്തേക്കോ? അതേന്നെ. ഇനി നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല. അഡ്വാൻസും തന്നു, പിന്നെ നല്ല ശമ്പളാ. അഡ്വാൻസ് തന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ കുറേ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി വന്നത്. അതേതായാലും നന്നായി. ഇനി എല്ലാവരോടും പോയി പറയണത്, അവരൊക്കെ ഒന്ന് പേടിക്കട്ടെ, ഒന്ന് വിഷമിക്കട്ടെ. അതാണല്ലോ എനിക്കും വേണ്ടത്. ഇവരെയൊക്കെ അങ്ങനെ വെറുതെ വിടാനായിട്ട് പാടില്ലല്ലോ, വെറുതെ വിടാൻ പാടില്ല. നിങ്ങളുടെ അമ്മായിയെ ചെയ്യുന്നത് എന്താണ്? അനന്തമൂർത്തി മുത്തശ്ശനും ചെയ്യുന്നത് എന്താണ്? ആദർശിനെയും അതേപോലെ തന്നെ അനിയെയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷേ നമുക്ക് മാത്രം എപ്പോഴും താഴ്ച. ഇതൊരു തിരിച്ചടി തന്നെയാണ് അഭി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ നയനയെയും അതേപോലെ തന്നെ ദേവയാനിയെയും കാണിക്കുകയാണ്. ഇവരാണെങ്കിൽ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് അഭി ഇറങ്ങി വരുന്നത്. കൂടെ നവ്യയുണ്ട്. അപ്പോൾ നവ്യയുടെ കയ്യിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നയന കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ ചേച്ചി പുതിയ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സൈൻ ചെയ്തു. 2 വർഷത്തേക്ക് എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. എന്താ, അഡ്വാൻസും കിട്ടി. അതിന് കുറേ സാധനങ്ങളും ഞങ്ങൾ മേടിച്ചു എന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനി ആണെങ്കിൽ, എടാ നിന്നോട് പറഞ്ഞ സാധനങ്ങളെല്ലാം നീ മേടിച്ചോ? മേടിച്ചു അമ്മായി.
അത് ശരി. അപ്പോ ഇവര് പറഞ്ഞിട്ടാണ് നീ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതല്ലേ? ഇതെന്താ അഭി എന്നൊക്കെ ചോദിക്കാണ്. നീ മിണ്ടരുത്. പക്ഷേ നീ കാലെടുത്ത് വെക്കുന്നത് വലിയൊരു ചതിക്കുഴിയിലേക്ക് തന്നെയാണ്. അത് ആപത്തിലേക്ക് നയിക്കട്ടെന്നേ. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെ പുറത്തേക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങളിപ്പോൾ പുറത്താക്കിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ജീവിക്കാനുള്ള നല്ല തുകയുണ്ട്. പിന്നെ ജ്വല്ലറിക്കാരെ വിട്ടുകളയാനായിട്ടും എനിക്ക് മനസ്സില്ല എന്നൊക്കെ ദേവയാനിയോട് ഇങ്ങനെ പറയുകയാണ് നവ്യ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.